സാറേ മുണ്ടുകൾ വല്ലതും വേണോ? കാവ്യമുണ്ട്, ഡബിൾ മുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട. സ്ത്രീകൾക്ക് വേണ്ട സെറ്റ് മുണ്ട്, സെറ്റ് സാരിയൊക്കെ ഉണ്ട് സാർ. സുമേ, സെറ്റ് സാരി വല്ലതും വേണോ? വേണ്ട അത്രേ. അയാളതാ പോയി. ഞാനേ ഒന്നും എടുത്തില്ല. നിനക്കൊരു സെറ്റ് മുണ്ടെങ്കിലും എടുക്കായിരുന്നില്ല സുമേ. ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു? നിനക്ക് പിന്നെ പുതിയതൊന്നും വേണ്ടല്ലോ, എല്ലാം പഴയത് മതി. അങ്ങനെ പിശുക്കി നിർത്തി. സാറേ ഒരു മിനിറ്റ്. ആ വീട്ടിലെ ആൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് നമ്മുടെ ബാലമാഷ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വേറൊന്നുമല്ല, ഉള്ള ഭാര്യ മരിച്ചതിന് ശേഷം ആളാകെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു രണ്ടാളും കൂടിയിട്ടേ. കുട്ടികളും ഇല്ല, മക്കളും ഇല്ല. അല്ല, ഭാര്യ മരണപ്പെട്ടു പോയതിന് ശേഷമാണ് ആളെങ്ങനെ ആയത്. ഭാര്യയുടെ അടുത്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും. ഓരോ അവസ്ഥ മനുഷ്യന്റെ. മഴയും വരുന്നു. ഇപ്പൊ ആ പോയവൻ കരുതിയിട്ടുണ്ടാവും എനിക്ക് ഭ്രാന്താണെന്ന്. ഞാൻ എവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പിറുപിറുക്കുകയാണെന്ന്. അവൻ അറിയില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ സഹനും കൂടെ ഉണ്ടെന്ന്. നാട്ടുകാർ കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പുലമ്പുന്നൊരു ഭ്രാന്തൻ. അവരാരും കാണുന്നില്ലല്ലോ നീ എൻ്റെ കൂടെ എന്നും എപ്പോഴും ഉള്ളത്. അല്ലടോ, താനുണ്ടാവില്ലേ എൻ്റെ കൂടെ എന്നും? മാഷെ വിട്ടുപോകാൻ എനിക്ക് കഴിയോ? ഞാനല്ലാതെ മാഷിന് പിന്നെ ആരല്ലത്? വിഷമിക്കണ്ട മാഷെ, ഞാൻ മാഷിന്റെ കൂടെ ഉണ്ടാവും എന്നും എപ്പോഴും. മരിക്കുവതെങ്ങനെ നീ എൻ്റെ ഹൃദയത്തിൻ താളമായിരിക്കേ, മറക്കുവതെങ്ങനെ ഞാൻ ഓർമ്മകളിൽ നീയെന്നും പുനർജനിക്കുമ്പോൾ വരും ജന്മത്തിലും നീ എൻ്റെ പ്രാണനായി നിറയും. ഇപ്പോഴും അരികിലുണ്ട് നീയൻ ആത്മസഖി, ഇപ്പോഴും നീയൻ അരികിലുണ്ട് ആത്മസഖി.